ജലസമൃദ്ധിയാൽ അനുഗ്രഹീതമായ കേരളത്തിന് തികച്ചും അനുയോജ്യമായത് ജലവൈദ്യുത പദ്ധതികൾ തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വികസന രംഗത്ത് അനുദിനമുണ്ടാകുന്ന കുതിപ്പിന് ഊർജം പകരുന്നതിന് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് നമുക്ക് മുന്നിലുള്ള പ്രധാന മാർഗം എന്ന തിരിച്ചറിവിന് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകാത്ത ഹരിത ഊർജ്ജ സ്രോതസ് എന്ന നിലയിൽ ജലവൈദ്യുതിയുടെ ഉൽപ്പാദനത്തിൽ വലിയ താൽപ്പര്യമാണ് സംസ്ഥാന സർക്കാരിനും KSEBക്കുമുള്ളത്. ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ സംസ്ഥാനത്താദ്യമായി ഒരു ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമായത് 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടുക്കിയിലെ പള്ളിവാസലിലാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് 1940-ൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ചിത്തിരപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നാടിന്റെ വികസന ചരിത്രത്തിലെ തന്നെ സുവർണ ശോഭയാർന്ന അധ്യായമാണ്. പള്ളിവാസൽ പദ്ധതിയുടെ തുടർച്ചയെന്ന നിലയിലാണ് പള്ളിവാസൽ വിപുലീകരണ പദ്ധതി വിഭാവനം ചെയ്ത് യാഥാർത്ഥ്യമാക്കി നാടിനു സമർപ്പിക്കുന്നത്. മൂന്നാറിലെ കുണ്ടള, മാട്ടുപ്പെട്ടി അണക്കെട്ടുകളിൽ സംഭരിച്ച ജലം ലക്ഷ്മിയാർ, നല്ല തണ്ണിയാർ, മാട്ടുപ്പെട്ടിയാർ എന്നീ നദികളുടെ സംഗമസ്ഥലമായ 6 ഹെഡ് വർക്സിൽ നിന്ന് ടണൽ വഴി തിരിച്ചുവിട്ട് പെൻസ്റ്റോക്കിലൂടെ പള്ളിവാസലിലെ വൈദ്യുതി നിലയത്തിൽ എത്തിച്ചാണ് നിലവിലെ പള്ളിവാസൽ പദ്ധതിയിൽ ഉൽപ്പാദനം നടത്തിവരുന്നത്. ജലാശയത്തിലെ അധിക ജലലഭ്യതയും നിലവിലെ നിലയത്തിന്റെ കാലപ്പഴക്കവും പരിഗണിച്ചാണ് 60 മെഗാവാട്ട് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വിപുലീകരണ പദ്ധതി വിഭാവനം ചെയ്തത്. പ്രതിവർഷം 153.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇതിലൂടെ അധികമായി ലക്ഷ്യമിട്ടത്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2007-ൽ ആരംഭിച്ചെങ്കിലും ഇൻടേക്ക് പ്രദേശത്ത് അപ്രതീക്ഷിതമായുണ്ടായ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ നിമിത്തം വർഷങ്ങളോളം നിർമ്മാണം നിർത്തിവെക്കേണ്ട സ്ഥിതിയുണ്ടായി. കേരളത്തിൽ ആഞ്ഞടിച്ച കോവിഡ് മഹാമാരിയും പ്രളയവും തീർത്ത കഠിന പ്രതിസന്ധികളെ അതിജീവിച്ച് 2024 ഡിസംബറോടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതോൽപാദനം ആരംഭിക്കാൻ KSEBക്ക് കഴിഞ്ഞു. 30 മെഗാവാട്ട് വീതം ശേഷിയുള്ള 2 ജനറേറ്ററുകളാണ് പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം 594.37 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചെലവ്. നാളിതുവരെ ഈ പദ്ധതിയിൽ നിന്നും 366.3 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. പ്രതിവർഷ ഉൽപ്പാദനശേഷിയായ 153.9 ദശലക്ഷം യൂണിറ്റിന്റെ ഇരട്ടിയോളം വൈദ്യുതി ഉൽപ്പാദനം നടത്തുവാൻ KSEBക്ക് കഴിഞ്ഞുവെന്നത് തികച്ചും അഭിമാനാർഹമായ നേട്ടമാണ്. ജലവൈദ്യുത ഉൽപ്പാദന രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ കേരളത്തിൽ ദൃശ്യമായത്. 40 മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ പദ്ധതിക്കൊപ്പം 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതി കൂടി യാഥാർത്ഥ്യമായതോടെ കേരളത്തിന്റെ വൈദ്യുതി ഉൽപ്പാദന ശേഷിയിൽ 100 മെഗാവാട്ടിന്റെ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്.